തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന വിനയ പി എന്ന താൽക്കാലിക ജീവനക്കാരനെ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ EY, എന്റെ പഴയ പേര് ഏണസ്റ്റ് ആൻഡ് യങ് എന്നാണ്, ജോലിക്കെടുത്ത് സമാനമായ മാതൃകയിലാണ് ജോലിക്കെടുത്തത്. അനർട്ടിന്റെ കൺസൾട്ടന്റായി കോടികളുടെ കോൺട്രാക്റ്റുള്ള EY അനർട്ടിന്റെ സിഇഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനെ വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുകയാണ്. അപ്പൊ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അനർട്ടിൽ നിന്ന് പിരിച്ചുവിട്ട് ശേഷം ആഗോള കമ്പനിയായ EYയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും അതിനുശേഷം അയാളെ ഉടൻ തന്നെ ഈ അനർട്ടിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനർട്ടിന്റെ കൺസൾട്ടന്റായി EYയെ നിയമിക്കുന്നതിന്റെ രേഖകൾ പരിശോധിച്ച് സിഇഒയെ അന്തിമ തീരുമാനത്തിന് സഹായിച്ച ആളാണ് ഈ വിനയ്. അപ്പൊ EY എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിച്ച വ്യക്തിയെയാണ് EY തന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത്. കൺസൾട്ടന്റായി EYക്ക് നിയമനം കിട്ടിയ ശേഷം അധികം താമസിക്കാതെയാണ് വിനയ് EY ജോലിക്കെടുക്കുകയായിരുന്നു. ഇതോടെ EYക്ക് എങ്ങനെയാണ് കൺസൾട്ടൻസി കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ്. സാധാരണ ഒരു കോർപ്പറേറ്റ് എത്തിക്സ് അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ അതിന്റെ ക്ലയന്റായി ജോലി നോക്കുന്നവരെ ആ സ്ഥാപനം കുറഞ്ഞത് 6 മാസമെങ്കിലും ഒരു കൂളിംഗ് പീരീഡ് കൊടുത്തിട്ട് മാത്രമേ പിന്നീട് മറ്റൊരിടത്ത് നിയമിക്കുകയുള്ളൂ. എന്നാൽ ആ സാധാരണഗതിയിലുള്ള ഈ എത്തിക്സ് മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഈ വിനയ് പി എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, എത്രമാത്രം സമ്മർദ്ദം EY എന്ന ആഗോള കമ്പനിയുടെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 2025 ഏപ്രിൽ 4 വിനയ് അനർട്ടിൽ നിന്ന് വിടുതൽ വാങ്ങുന്നത്. പുതിയ ജോലി ലഭിച്ചതിനാൽ വിടുതൽ നൽകുന്നതിനായി നൽകിയ കത്ത് ഇവിടെ പരിശോധനയ്ക്ക് വെക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ്, ഡോക്യുമെന്റ് 1 എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഏപ്രിൽ 5 EYയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് സിഇഒയ്ക്ക് എഴുതിയ കത്തും ഇതിനോടൊപ്പം ഞാൻ വെക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, എത്ര ആസൂത്രിതമായിട്ടാണ് ഈ നിയമനം നടക്കുന്നത്. അനർട്ടിലെ CIAയുടെ ഒരു അസിസ്റ്റന്റായി ജോലി നോക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെക്കുന്നു. EY കമ്പനിയിലെ അദ്ദേഹത്തിന് വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു. ആ ശമ്പളത്തിൽ കൂടിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അനർട്ടിലെ എല്ലാ പ്രോജക്റ്റുകളെയും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനായി ജോലിയെടുക്കുകയാണ്. അതിന്റെ ഡോക്യുമെന്റ് ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഈ അനർട്ടിലെ EYയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് സിഇഒയ്ക്ക് എഴുതിയ കത്തിൽ പറയുന്നത്, അനർട്ടിന്റെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ EYയുടെ ഒരു പുതിയ ഉദ്യോഗസ്ഥനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുവെന്നും മുമ്പ് അനർട്ടിൽ ജോലി ചെയ്ത വിനയപ്രഭയെ അതിനായി നിയമിച്ച് അയക്കുന്നുവെന്നുമാണ്. അതായത് 4 തീയതി അനർട്ടിൽ നിന്നും വിടുതൽ വാങ്ങിയ വിനയ് അടുത്ത ദിവസം തന്നെ EYയുടെ ഉദ്യോഗസ്ഥനായി വന്നു കയറുകയാണ്. അന്ന് തന്നെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ വീണ്ടും അനർട്ടിൽ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടാകുന്നത്. അതും വലിയ ഉയർന്ന ശമ്പളത്തിൽ. നേരത്തെ അനർട്ടിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള താൽക്കാലിക ജീവനക്കാരനായിട്ടായിരുന്നു. ചെറിയ ശമ്പളത്തിൽ, ഒരു 50,000 രൂപയുടെ താഴെയുള്ള ശമ്പളമായിരുന്നു. ആ ഘട്ടത്തിലാണ് സിഇഒയെ ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സഹായിച്ചിരുന്നത്. അവിടെ നിന്ന് രാജിവെച്ച് EY എന്ന കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നു. അവിടെ ജോലി കിട്ടുന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ വീണ്ടും അനർട്ടിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ്. അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ക്രമക്കേടുകൾ മുഴുവൻ സിഇഒയെ സഹായിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ
EI തന്നെ നിയമിക്കുകയാണ്, കൺസൾട്ടന്റ് തന്നെ നിയമിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് അനർട്ട്. ഇവിടെ എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ടെൻഡറിംഗ് പ്രോസസ്സിൽ അനർട്ടിന്റെ ഒറ്റ ജീവനക്കാരെ പങ്കെടുപ്പിക്കുന്നില്ല. സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ പങ്കെടുപ്പിക്കുന്നില്ല. താൽക്കാലിക ജീവനക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ EY പോലെയുള്ള സ്വകാര്യ കമ്പനികളെ കൊണ്ടോ ആണ് ഇത് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷവും ടെൻഡറിൽ മാറ്റം വരുത്തിയ സംഭവം ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒരിക്കലും അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് അതിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രമക്കേടും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അനർട്ടിന്റെ ഫൈനാൻസ് ടീമിനെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുകയാണ്. സെക്രട്ടേറിയറ്റിനുള്ള ഫൈനാൻസ് വിങ്ങിന് ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. സമ്പൂർണമായ ഈ ടെൻഡർ പ്രവർത്തനങ്ങളുടെ സമ്പൂർണമായ ഉത്തരവാദിത്വം ഈ CIയും വിനയും ചേർന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആസൂത്രിതമായ ഒരു അഴിമതിയുടെ തെളിവാണ്. ആഗോള സ്ഥാപനമായ EIയെ വരെ ഈ അഴിമതിയിൽ പങ്കാളിയാക്കിക്കൊണ്ട് വൈദ്യുതി മന്ത്രിയും അനർട്ട് CEOയും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ അഴിമതിയുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കള്ളക്കളി അനർട്ട് CEOയും EY മാത്രം ചേർന്നുള്ള ഒരു പരിപാടിയായി നമുക്ക് കാണാൻ സാധ്യമല്ല. വൈദ്യുതി മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ് വസ്തുത. ഇത് അനർട്ടിന്റെ അഴിമതി ഈ സൗരോർജ പദ്ധതി കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. വിവിധ പദ്ധതികൾക്ക് തോന്നുന്നത് പോലെ നിരക്ക് ഈടാക്കിക്കൊണ്ട് പദ്ധതികൾ നടപ്പാക്കുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്, വൈദ്യുതി സെക്രട്ടറി ആയിരുന്ന B അശോക് ചെയർമാനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റി നിരക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ശുപാർശകൾ നൽകിയതാണ്. എന്നാൽ ആ ശുപാർശകൾ അംഗീകരിക്കാതെ ഓരോ പദ്ധതിക്കും തോന്നിയ രീതിയിൽ നിരക്കുകൾ പ്രഖ്യാപിച്ച് അഴിമതി നടത്തുന്നത് അനർട്ടിൽ ഒരു സ്ഥിരം പരിപാടിയാണ്. സൗരോർജ പമ്പ് പദ്ധതിയായ PM കുസും എന്ന പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ വെക്കുന്ന തെളിവുകൾ 100% കേന്ദ്ര ഫണ്ട് കൊണ്ട് ചെയ്യുന്ന തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടേതാണ്.